ഹലോ. ഞാൻ ഇന്ന് എനിക്കൊരു നടന്ന ഒരു സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാ വന്നത്. കാരണം എൻ്റെ ലൈഫിലിപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 4 വർഷമായിട്ട് എനിക്കൊരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട് എൻ്റെ ലൈഫിൽ. ഓള് മാത്രമേ എനിക്ക് 4 വർഷമായിട്ട് ഫ്രണ്ട്സ് ഉള്ളൂ. 4 വർഷമായിട്ട് നല്ല ഓളെ പരിചയമായിട്ട് 4 വർഷമായിട്ടുള്ളൂ. അതിന് മുന്നേ ആണെങ്കിലും എനിക്ക് അങ്ങനെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒന്നും എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും ട്രസ്റ്റ് ചെയ്ത് അത്രയും ഞാനില്ലെങ്കിൽ ഓളില്ല, ഓളില്ലെങ്കിൽ ഞാനില്ല, അങ്ങനെ നിന്നൊരു ഫ്രണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. 3 ദിവസം കഴിഞ്ഞാൽ ഓളെ കണ്ടില്ലെങ്കിൽ എനിക്ക് നെഞ്ചുവേദന എടുക്കും, എന്നെ കണ്ടില്ലെങ്കിൽ ഓക്ക് നെഞ്ചുവേദന എടുക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഫ്രണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം അവരുടെ ഇടയിൽ എന്തോ ഒരു ഫാമിലി ഇഷ്യൂ, അവളും അവളെ ഹസ്ബൻഡുമായിട്ട് എന്തോ ഒരു ഫാമിലി ഇഷ്യൂ നടന്നു. ഫാമിലി ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മളതിൽ കൂടുതൽ ഇൻവോൾവ് ആവാൻ വേണ്ടി ശ്രമിച്ചില്ല. കാരണം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയട്ടെ. പിന്നെ അവരുടെ ഇഷ്യൂ അന്ന് രാത്രി തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഓളെ ഹസ്ബൻഡ് വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിത് അറിയുന്നത്. പിന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയൊരു കൂട്ട്, ആ ഒരു 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 ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ഓള് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എന്തിനായിരുന്നു എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്താ പറയാ, അത് കഴിഞ്ഞങ്ങാണ്ട് അത് ഞാൻ വിചാരിച്ചു ഓള് മെന്റലി വീക്ക് ആയിരിക്കും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. പിന്നെ അതെന്താന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. കാരണം ഓൾ ഓക്കെ ആയിട്ട് പറയായിരിക്കും എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ നിന്നത്. അപ്പൊ ഇന്നലെ എൻ്റെ ഇക്കുൻ്റെ അടുത്ത്, അതായത് ഇന്നെ പേഴ്സണലി അറിയാത്തൊരു വ്യക്തി, ഇന്നെ അറിയ പോലും ഇല്ല, എപ്പോഴൊക്കെയോ 2-3 വട്ടം കാണുമ്പോ ചിരിച്ചു, ഓളെ കൂടെ എന്നെ കണ്ടണ അത്ര ഉള്ളൊരു ബന്ധമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരാള് എൻ്റെ ഇക്കുവിന്റെ ഷോപ്പിക്ക് വന്നിട്ട് എൻ്റെ ഇക്കുവിന്റെ അടുത്ത് വെച്ചു. അപ്പൊ ഷോപ്പിൽ വന്നിട്ട് എൻ്റെ ഇക്കുവിന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ പെണ്ണിന് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നാ പോരെ, എന്തിനു അതായത് എന്റെ ഫ്രണ്ടിന്റെ നെഞ്ചത്തേക്ക് പോവാൻ നിൽക്കുന്നത്? നിന്റെ പെണ്ണ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഓളെ ലൈഫിൽ ഉണ്ടായി അറിയോ? അതൊരു പാവം പെങ്കൊച്ചല്ലേ, എന്തിനു നിന്റെ പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര മോശമായിട്ട് എന്നെ പറ്റി എൻ്റെ ഇക്കുവിന്റെ അടുത്ത് സംസാരിച്ചു. എന്നെ അറിയൂല, എന്നെ എപ്പോഴൊക്കെ 1-2 വട്ടം കണ്ട് എന്റെ പേരെങ്കിലും അറിയുമെന്ന് സംശയമുള്ള ഒരു വ്യക്തി ഇന്നെ പറ്റി ഇന്ന് പറയുന്നു. അതും ഓള് പറഞ്ഞ അറിവിൽ വെച്ച്. കാരണം ഓളുടെ ലൈഫിൽ എന്താ നടന്നതെന്ന് ഈ നിമിഷം വരെ ഇക്കറിയില്ല. അതിന്റെ ഇടക്ക് ഓളെ ഇത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അത് ഓള് സിമ്പതിക്കും വേണ്ടിയിട്ടാണോ, എന്തിനാണ് അതിൽ ഇന്ന വലിച്ചിട്ടത് എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അത് ഭയങ്കരമായിട്ട്, കാരണം അത്രയും ഞാനില്ലെങ്കിൽ ഓളില്ല എന്നുള്ള ആ ഒരു മൈൻഡിൽ ഞങ്ങൾ അത്രയും ബോണ്ടിങ് ആയിട്ട് ഓളിങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അതൊന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ലൈഫിൽ നമ്മൾ ആരെയും ചങ്ക് കൊണ്ട് നടന്ന് സ്നേഹിക്കരുത്. എപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മളൊരു ശ്രദ്ധ കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓളെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയണം, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഞാൻ അതിലിപ്പോ തൽക്കാലത്തേക്ക് നിന്നെ ഞാനൊന്ന് ഇൻവോൾവ് ആക്കി. അപ്പൊ എനിക്ക് മറ്റുള്ളവര് എന്റെ കുറ്റം പറഞ്ഞ് കേൾക്കുന്നതിനേക്കാളും നല്ലത് ഞാനും കൂടെ അറിഞ്ഞിട്ടാണല്ലോ. അപ്പൊ എനിക്ക് കുഴപ്പമില്ല, ഓളെ ലൈഫ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്കറിയൂല ഓളെ ലൈഫിൽ എന്താ നടന്നതെന്ന് എനിക്കറിയൂല. എന്റെ ഇക്കൂന്ന് അറിഞ്ഞൂടാ, ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ അവിടെ ഉള്ളവർക്ക് അറിയോന്ന് എനിക്കറിയില്ല. പിന്നെ ഇനിയിപ്പോ ഓക്ക് കുറെ കൂട്ടുകാരൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഓല ഉപദേശം കൊണ്ടാണോ, ഇനി എന്റെ അടുത്ത് കൂട്ടുകൂടണ്ട, ഇനി ഇന്നെ ഇതാക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഓളിനി മനഃപൂർവ്വം ചെയ്തതാണോ, ഒന്നും എനിക്കറിയില്ല. പക്ഷെ ആരും വിശ്വസിക്കാൻ പാടില്ല. ലൈഫില് നമ്മൾ ഒരു മനുഷ്യന്മാരെ ചങ്ക് വച്ച് സ്നേഹിക്കരുത് ലൈഫിൽ.